എന്നാൽ കണ്ണടിച്ചല്ലേ അല്ലേ? ജസ്റ്റ് നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. യു ആർ നൗ ഇൻ എ റെയിൽവേ സ്റ്റേഷൻ. എ ട്രെയിൻ ഈസ് കമ്മിങ്. ഒരു തീവണ്ടി വരുന്നുണ്ട്. ആ ട്രെയിനിന് നെയിം ഫ്യൂച്ചർ എന്നാണ്. കണ്ണടക്കണേ, തുറക്കരുത്. കണ്ണടച്ച് നിൽക്കണം. പലരും കണ്ണ് തുറക്കുന്നുണ്ട്, കണ്ണടച്ച് തന്നെ നിൽക്കുക. എൻ്റെ കൂടെ വേണം. ഫ്യൂച്ചർ എന്നാണ്. അത് നിങ്ങളെ അടുത്തൂടെ പാസ് ചെയ്യാണ്. എൻ്റെ ചോദ്യം ഇതാണ്, വിൽ യു എൻ്റർ ടു ദി ട്രെയിൻ വിത്ത് കോൺഫിഡൻസ് ഓർ ലെറ്റ് ഇറ്റ് ഗോ? ചോദ്യം, നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ട്രെയിനിൽ കയറുമോ, അല്ലെങ്കിൽ ആ ട്രെയിന് പോകുന്നത് നോക്കി നിൽക്കുമോ? കണ്ണുറന്നോ? ഓക്കെ, ചോദ്യം ഇതായിരുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് മൈൻഡ് സെറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. മൈൻഡ് സെറ്റ്, നിങ്ങൾ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഒരു ടേമാണ് മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 മൈൻഡ് സെറ്റാണുള്ളത്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മൾ സ്കിൽസിൽ നിങ്ങൾ വന്ന് പഠിക്കുമ്പോൾ, നമ്മളെ കുട്ടികൾ വന്ന് പഠിക്കുമ്പോൾ, എൻ്റെ പേരൻസിനോടുമാണ് അവരോട് പറയാറുള്ളത് ലേൺ, ഏൺ, എക്സ്പ്ലോർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ പഠനം ഇവിടെ നിർത്തരുത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച ഒരു 4 to 6 month കോഴ്സ് കൊണ്ട് നിങ്ങൾക്കൊരു ജോലി ഏൺ ചെയ്യാൻ പറ്റും. ആ ലേണിംഗ് പീരിയഡ്. ദെൻ യു ഹാവ് ടു എക്സ്പ്ലോർ. അവിടെയാണ് നമ്മളെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഇവിടെ ടെസ്റ്റിമോണിയിൽ കേട്ടു. പലരും, ഇനി ഞാനും 1-2 ആളുകളെ കാണിച്ചു തരും നിങ്ങൾക്ക്. അവരൊക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയും, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നുള്ള തോട്ടിലാണ് നമ്മളെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഉയരാത്തത്. ഈ കാണുന്നത് മുഫ്ലി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമുമാണ്. നമ്മൾ സ്കിൽസിലെ സ്റ്റുഡൻസാണ്. നമ്മൾ പറയുന്നത് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്ത ഒരു 3 സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ. മുഫ്ലിഹും രഞ്ജിത്തും സഫറും. ഡിഗ്രി പഠനത്തിന് ശേഷമാണ് അവർ സ്കിൽസിൽ എത്തിപ്പെടുന്നത്. ദെൻ അവർ സേഫായിട്ട് ഒരു ജോബിലോട്ട് കയറി. അതിനുശേഷം അവരെന്ത് ചെയ്തു എന്നറിയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജോബ് ക്വിറ്റ് ചെയ്തു. ഡിഫൈനിലോട്ട് ഒരു എൻക്വയറി വന്നു. എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന്, കിൻഫ്രൈ കാക്കാഞ്ചേരിയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു 2-3 പേരെ വേണം, ഒരു ടീമിനെ വേണം. അവർ അഡ്വർടൈസിങ് ഏജൻസിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ് ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ് ഫോം ചെയ്യാനാണ്. ഇന്ന് അവർ അവിടെ ജോയിൻ ചെയ്തു. ഇന്ന് ആ കമ്പനീൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ്ങിൻ്റെ പാർട്ട്നേഴ്സായി. ഒരു ക്ലാപ്പ് കൊടുക്കാമോ? നിങ്ങൾ ശ്രദ്ധിക്കണം, സേഫ് സോണിലായിരുന്നു, ജോബ് കിട്ടി, തെറ്റില്ലാത്ത സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്വിറ്റ് ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് ലെവല് പോയി. ആ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ. ആ ബിസിനസ് ഓണർ, ആ സ്ഥാപനത്തിൻ്റെ ഓണറുണ്ട് ഇവരെ ഹയർ ചെയ്തത്. അയാൾ പറഞ്ഞിരുന്ന വോയിസ് ആയിരുന്നു അവിടെ. ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ക്വാളിറ്റി ഉള്ളത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എന്നുള്ള ഒരു വേർഡിങ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇന്നിവിടെ വരേണ്ടതായിരുന്നു അവർ. ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് കാരണം ഇന്നലെ വിളിച്ചപ്പോൾ മുഫ്ലി പറഞ്ഞ് മാംഗ്ലൂരിൽ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അർജൻറ്റായിട്ട് അവിടെ പോകേണ്ടി വന്നു, അതുകൊണ്ടാണ് വരാത്തത്. നെക്സ്റ്റ് ലെവലിൽ ഓഫ് അവരെ ഗ്രോത്ത് പോവുകയാണ് കമ്പനി ഫോർമേഷനിൽ. അടുത്ത വീക്കിൽ സാറ് വന്ന് കാണുമെന്ന് പറഞ്ഞാണ്. ഇതാണ് ഒരു കേസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോവാം. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ട്രെയിനിനെ സങ്കല്പിച്ചു. ട്രെയിനിൻ്റെ ആദ്യത്തെ പാർട്ടാണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ എഞ്ചിനായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. സോ ഈ എഞ്ചിൻ, നിങ്ങളെ ബ്രെയിൻ, ഇതെന്ത് പറയുന്നോ ഇവിടെയാണ് നിങ്ങളെ ഗ്രോത്ത് ഉള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് പർപ്പസ്. ഒരു ട്രെയിനിന് പോകണമെങ്കിൽ എന്ത് വേണം? ഫ്യൂവൽ വേണം അല്ലേ? നമുക്കും വേണം ഫ്യൂവൽ. നമ്മളെ ഫ്യൂവലാണിത് പർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് മിക്ക ആളുകൾക്കും നമ്മളെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഗോൾസ് ഇല്ല എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുണ്ട് താനും. ഈ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുള്ളൂ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മളൊരു അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്നും ഒറ്റയടിക്കൊന്നും നമുക്ക് ആർക്കും കണ്ടെത്താനും പറ്റണമെന്നൊന്നുമില്ല. ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ഇത് നമ്മൾ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. അതാണ് ഇവിടെ പറയുന്ന ഒരു പോയിന്റ്.
വിത്തൗട്ട് എ പർപ്പസ് നിങ്ങൾക്ക് എവിടെ എത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് APJ അബ്ദുൽ കലാം. ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന് നമുക്കെല്ലാവർക്കും ഇൻസ്പയർഡ് ആയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ജേണിയിൽ പറയുന്നുണ്ട്, ഫ്ലൈറ്റ് പറത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്നൊക്കെ റിജക്റ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്രീം അദ്ദേഹം വിട്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റ് ആയതിനു ശേഷം അതിലോട്ട് പോവുകയാണ് ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. വൈ ആർ യു ലേണിംഗ് ദിസ് സ്കിൽ? നിങ്ങൾ എപ്പോഴും നിങ്ങളോട് ചോദിക്കേണ്ട പർപ്പസ് എന്തുണ്ടാവും? ഈ വൈ ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്തിനാണ് നിങ്ങളിത് പഠിക്കുന്നത്? ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് ഒരു വിദ്യാർത്ഥി അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചത്, ഞാൻ UX കൂടി പഠിക്കണം എന്നുണ്ട്, അവിടെ വന്നോട്ടെ എന്നുള്ളതാണ്. നമ്മൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്തിനാ പഠിക്കുന്നത് എന്നുള്ളതാണ്. വന്ന് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പഠിച്ചതിന് ശേഷം എന്ത് എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് പെട്ടു അല്ലെങ്കിൽ കഴിച്ചിലായി. ഇതിൽ 2 സ്റ്റേജിലുണ്ടാവുക. ഈ 2 തോട്ടം നമുക്ക് ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ വരാൻ വന്നൊരു റീസൺ ഉണ്ടായി, ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വെച്ചിട്ടാണ് നെക്സ്റ്റ് ഗ്രോത്ത്. അപ്പോൾ ഇതിൽ പലരും ജോബ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും നിങ്ങളെ എന്തിനാണ് ഈ സ്കില്ല്, എങ്ങനെയാണ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേണം. നെക്സ്റ്റ് സ്ലൈഡ്. പർപ്പസ് ഈസ് ദ ഫ്യൂവൽ ദാറ്റ് കീപ്സ് യുവർ ജേണി ലൈവ്. അതായത് നിങ്ങളെ പർപ്പസാണ്, ലക്ഷ്യമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക. ശരിക്കും പറഞ്ഞാൽ ജെൻസി എന്നൊക്കെ ടേം യൂസ് ചെയ്തു. മുന്നത്തെ ആളുകൾ, നമ്മളെ ഉപ്പാരും ഉമ്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവർ ജോലി ചെയ്തിരുന്ന് കുടുംബത്തെ നോക്കാനായിരുന്നു. ഇന്നത്തെ ജനറേഷൻ നിങ്ങൾ അങ്ങനെയാണെന്നല്ല, നമ്മൾ കാണുന്നത് ശരിക്കും നമ്മളെ കാര്യം സ്വന്തമായിട്ട് നോക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ആ തോട്ടിലുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നു. നമ്മളെ ഇത്ര എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റൊക്കെ നമ്മളെ പേരൻസിനാണ്. അപ്പോൾ അവരെ നോക്കുന്നത് കൂടെ, അതാണ് നിങ്ങളൊരു പർപ്പസ് വേണ്ടത്. നോക്കുക എന്നുള്ളതും അവരെ പ്രാർത്ഥന കേൾക്കുക എന്നുള്ളതുമാണ് നിങ്ങളെ ഫ്യൂവലായിട്ട് നിങ്ങൾ കാണുക. അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുകയുള്ളൂ. അപ്പോൾ 2ാമത്തെ പോയിന്റ് പറഞ്ഞു നമ്മൾ. 3ാമത്തേത് ഡിസിപ്ലിൻ. നമുക്ക് പലർക്കും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. ടാലൻറ്റ് വിത്തൗട്ട് ഡിസിപ്ലിൻ ഈസ് വേസ്റ്റഡ്. നെക്സ്റ്റ് സ്ലൈഡ്. എന്നെ ഒരാൾ നോക്കണം കേട്ടോ, ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കും, മറ്റേ ടൈം ഡിലേ വരും. ഇത് സ്കിൽസിലെ ഒരു സ്റ്റുഡൻ്റാണ്, മുനവർ എന്ന് പറയും. ഇന്ന് അദ്ദേഹം ഉള്ളത് അബുദാബിയിലാണ്. സ്കിൽസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചു. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോയിക്കോട്ടെ കേട്ടോ. കോഴ്സ് പഠിച്ചു. അതിനുശേഷം സ്കിൽസ് മുഖാന്തരം തന്നെ സൈബർ പാർക്കിൽ ഒരു ജോബ് കിട്ടി. അതിനുശേഷം UAE അബുദാബിയിൽ ഒരു കമ്പനിയിൽ അദ്ദേഹം പ്ലേസ്ഡായി. കമ്പനി പ്ലേസ്ഡായി